നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെ ആയില്ലേ, ഈ ഒരു സമാധാന കരാറ് കൊണ്ടുവരാണ്ടിരിക്കാൻ ഇസ്രായേൽ ഏത് വൃത്തികെട്ട കളിയും കളിക്കുന്നു പറഞ്ഞതല്ലേ. കറക്റ്റ് നോക്ക്, നിങ്ങൾ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പം സൈൻ ആകും എന്ന് പറഞ്ഞിട്ടുള്ള കരാറ് തകർത്തല്ലോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരൊറ്റ ബോംബിങ് എങ്ങോട്ട് ബെയ്റൂട്ടിലോട്ട്. ചെറിയ ബോംബിംഗ് ഒന്നുമല്ല, ഒരു നോർമൽ ഷോപ്പിംഗ് ഒരു സെൻറ്ററിൻ്റെ സൈഡിലോട്ട് നല്ല രീതിയിൽ അങ്ങ് ബോംബ് ചെയ്തു. ഒരുപാട് പേര് മരിച്ചു. സിവിലിയൻസ് നിൽക്കുന്ന സ്ഥലം, അവിടെ ഹിസ്ബുള്ളയും തേങ്ങയും മാങ്ങിയൊന്നുമില്ല, നോർമൽ ഒരു സ്ഥലത്തോട്ട്. അത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ ഇതിന് പിന്മാറും, വീണ്ടും അത് യുദ്ധത്തിലോട്ട് പോകുന്നുള്ളത് വ്യക്തമായിട്ട് ഇസ്രായേലിനറിയാം. അമേരിക്ക വീണ്ടും യുദ്ധത്തിന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ അമേരിക്കനെ മുമ്പിൽ നിർത്തിയിട്ട് ഷീഖണ്ഡിനെ മുൻപിൽ നിർത്തിയിട്ടുള്ള കളികൾ കളിക്കും. അത് ഉറപ്പായിരുന്നു. കറക്റ്റ് ഇന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡീൽ നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറാൻ വെറുതെ ഇരിക്കുമോ? ആ പടി കിട്ടിയത് ഇറാൻ്റെ കാല് ഇവർ എല്ലാവരും കൂടെ പിടിച്ചാൽ തന്നെ ഇറാൻ സമ്മതിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ചടിക്കുന്ന ഇറാൻ പറഞ്ഞതിപ്പോൾ. അതായത് ഇപ്പം നിങ്ങൾ ഈ കാണിച്ചതിനുള്ള തിരിച്ചടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോന്ന് ഇറാൻ്റെ IRGC പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഫോക്സ് ന്യൂസിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ന്യൂസ് വന്നിട്ടുള്ളത്, അതായത് ചർച്ചകളിൽ പങ്കാളിയായിട്ടുള്ള ഒരു നയതന്ത്രജ്ഞ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതായത് ബെയ്റൂട്ടിൽ ഇന്ന് നടന്നിട്ടുള്ള ആക്രമണങ്ങൾ കരാർ പൂർത്തിയാക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് US പ്രസിഡന്റിൻ്റെ സമാധാന കരാറിനെ അട്ടിമറിക്കാനും അമേരിക്കയെ വീണ്ടും യുദ്ധത്തിലോട്ട് വലിച്ചയക്കാനും ഇസ്രായേലിൻ്റെ വ്യക്തമായിട്ടുള്ള ശ്രമമാണ് ഇതെന്നാണ് ഫോക്സ് ന്യൂസിൽ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത. അതങ്ങനെ വരുള്ളൂ. ഇനി അതേ സമയത്ത് തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇറാൻ്റെ എന്താ പറയുക 2-3 IRGCയുടെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ്റെ പാർലമെൻ്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി വക്താവ്, അതായത് ഇബ്രാഹിം റസ്വി ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത്, ഇറാൻ തങ്ങളുടെ നയതന്ത്ര നിലപാട് കൂടുതൽ കർശനമാക്കുകയാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്താവനയുടെ ഉള്ളടക്കം, അതായത് തെറ്റായ കണക്ക് കൂട്ടലുകൾ പാടില്ല. അത് മാധ്യമങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത്. സമാധാനപരമായിട്ടുള്ള ഒരു കരാറോ അല്ലെങ്കിൽ ധാരണയോ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും വേണ്ട. കാരണം നിലവിലെ സാഹചര്യം അങ്ങനത്തെ ഒരു സമാധാന സാഹചര്യമല്ല. ഒരു അന്താരാഷ്ട്ര കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സയണിസ്റ്റ് ഭരണകൂടത്തെ, അതായത് ഇസ്രായേലി ഭരണകൂടത്തെ അച്ചടക്കം പഠിപ്പിക്കുക, അവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ നടന്നിട്ടില്ല. അത് മാത്രമല്ല, തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകളും ഈ ശക്തിയെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചർച്ചകളിലൂടെ കരാർ ഒപ്പുവെക്കുമെന്ന് ഉള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു ഒപ്പ് വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് തങ്ങൾക്ക്, അതായത് ഇറാന് കൂടുതൽ ദോഷമാകുകയും ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ കരാറിനെ പറ്റി ആരും സംസാരിക്കേണ്ട എന്നാണ് ഇപ്പം ഇബ്രാഹിം റസ്വി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പാർലമെൻ്ററി കമ്മിറ്റി ഹെഡ് വന്ന് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് US നയങ്ങളിലെ അവിശ്വാസം ആണ് ഇപ്പോൾ ഇതിൽ ഉള്ളടക്കം. അതായത് വെടിനിർത്തൽ ചർച്ചകൾ മധ്യസ്ഥ വഹിക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഒന്നുകിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ല എന്നാണ് ഇപ്പം ആരോപിച്ചിട്ടുള്ളത്. അതായത് ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ ഗ്രീൻ ലൈറ്റ് നൽകിക്കൊണ്ട്, അതായത് അവരോട് അടിച്ചോളാം. കാരണം അവർ പറയുന്നത്, സെൻകോം എന്താ പറഞ്ഞത്, ഞങ്ങൾ ഓൾറെഡി ബെയ്റൂട്ടിൽ അടിക്കാൻ പോകുന്ന അമേരിക്കക്ക് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, വിത്ത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അടിച്ചതെന്നാണ് സെൻകോം ഇവർ പറഞ്ഞിട്ടുള്ളത്, സെൻകോം അല്ല IDF പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനുള്ള അനുമതി കൊടുത്ത്, അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഇസ്രായേലിന് കൊടുത്തിട്ട് അതിനുള്ള നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ, അങ്ങനെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനാണ് അമേരിക്ക നോക്കുന്നതെങ്കിൽ ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് തന്ത്രം അവസാനിപ്പിച്ചിട്ട്, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഒരു നാടകം, ഒരാൾ സമാധാന പ്രേമിയും മറ്റൊരാൾ ആക്രമിയുമായിട്ട് അഭിനയിക്കുന്ന ആ തന്ത്രം, അതായത് ഒരാൾ നല്ല ആൾ ഗുഡ് കോപ്പാണ്, മറ്റൊരാൾ ബാഡ് കോപ്പ്, ആ ഒരു പരിപാടി നിങ്ങൾ നിർത്തിയേക്ക്. നിങ്ങളുടെ ഉള്ളിലിരിപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇത് വില പോകില്ല എന്നും ഇവരുടെ, അതായത് IRGC സ്പീക്കർ പാർലമെൻ്ററി സ്പീക്കറായിട്ടും പുള്ളിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക നൽകുന്ന ഉറപ്പുകളിൽ വിശ്വാസമില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, വിശ്വാസമില്ലാത്ത രീതിയിൽ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇറാൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ഇതിൻ്റെ ഒരു പ്രധാന നിരീക്ഷണമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇന്നൊരു ചർച്ചക്ക് അല്ലെങ്കിൽ ഇന്നൊരു സൈൻ ഡീലാവോ ഒക്കെ നമുക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും എല്ലാവരും വന്നിങ്ങനെ പറഞ്ഞിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ചിലപ്പോൾ ഞങ്ങൾ സൈൻ ചെയ്യും. ഇറാനാണ് പറഞ്ഞത് വെയിറ്റ് ചെയ്ത് നോക്കണം, പഠിക്കണം എന്ന്. ഇറാനാണ് ഇന്നലെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ അതിലുണ്ട്, ചർച്ച കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമുക്ക് സൈൻ ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യണം, നിങ്ങളൊക്കെ ഒന്ന് അടങ്ങുക എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത് മുതലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കയറി അടിച്ചു. ബെയ്റൂട്ടിൽ നല്ല രീതിയിൽ അടിയാട്ടോ. ബെയ്റൂട്ടിൽ ഇന്ന് അടിച്ചത് അതിൻ്റെ കുറേ ഇമേജസ് ഉണ്ട്. ഞാനത് ടെലഗ്രാം ചാനലിൽ ഇട്ടുതരാം. അതിൻ്റെ വീഡിയോസ്, അവിടെ ലൈവ് വീഡിയോസ് കുറേ വന്നിട്ടുണ്ട്.
ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിൽസ് ഇട്ട് പോവുകയാണ്. നല്ല രീതിയിൽ അടിച്ച് ഒരുപാട് പേർക്ക് പരിക്കും മരണമുണ്ട്. കാരണം നോർമൽ ഒരു ഷോപ്പിംഗ് ഏരിയ എന്ന അപ്പാർട്ട്മെൻറ്റ് എന്തോ ആണ് നോർമൽ റോട്ടിൽ അവിടെ പോയിട്ടാണ് ഇസ്രായേൽ അടിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കരാറ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏത് മാക്സിമത്തിൽ വേണമെങ്കിലും പോകുന്ന ആളുകളാണ് ഇസ്രായേൽ. നെതന്യാഹു എന്ന് പറഞ്ഞ ഒരു ചെകുത്താൻ, അല്ലെങ്കിൽ ഇസ്രായേൽ അതുപോലെ അങ്ങ് ഭൂമിക്ക് അടിയിലോട്ട് താന്നിട്ടും പോകണം. വല്ല സുനാമിയോ അതല്ലെങ്കിൽ വല്ല കടൽക്ഷോഭമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നിട്ട് ആ രാജ്യം തന്നെ ഇല്ലാണ്ടായി പോകണം. അവിടുത്തെ ഒന്നുമല്ലാത്ത പാവപ്പെട്ട മനുഷ്യരെങ്ങനെ രക്ഷപ്പെട്ടോട്ടെ. അതല്ലാണ്ട് ഈ ചിന്താഗതി നടക്കുന്ന തീവ്ര വലതുപക്ഷ ഭരണകൂടവും ആ കൂട്ടത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല. ഇനി അവരെ കണ്ട് പേടിച്ചിട്ട് അമേരിക്ക സൈൻ ചെയ്യാൻ പോയോടത്തുനിന്ന് വേണമെങ്കിൽ തിരിഞ്ഞ് നടക്കാനും ട്രംപ് ചെയ്യുന്നത്. ട്രംപിനെ ട്രംപിനെ അവിടെ വീഴ്ത്താനുള്ള അതിനേക്കാൾ വലിയ സാധനങ്ങൾ കൈപ്പിടിച്ചിട്ടാണ് ഇസ്രായേൽ ഇവിടെ നിൽക്കുന്നത്. അതായത് ഇസ്രായേലിനെതിരെയാണ് നമുക്ക് ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഒന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തോൽവിയും അമേരിക്ക പിന്നെ അവിടെയും പിടിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും, ഇറാൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. അതോടുകൂടി ഏറ്റവും സമ്പന്നതയിലോട്ട് ഇറാൻ പോകും. അവരുടെ ഉപരോധങ്ങൾ മാറും, അവർക്ക് കിട്ടാനുള്ള കാശ് കിട്ടും, അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ എന്താ പറയുക എന്ത് വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കാം. അതോടുകൂടി ഇസ്രായേലിനെ അവർ തീർക്കും. ഇത് തന്നെയാണ് കാലഘട്ടങ്ങളായിട്ട് പറയുന്നത്. അല്ലാണ്ട് ഇസ്രായേലിനെ അങ്ങോട്ട് അടിക്കാൻ ഇറാൻ വരെ പോയിട്ടില്ല. ഇറാൻ ഇങ്ങോട്ട് അടിച്ച് തിരിച്ചടി വാങ്ങിച്ചിട്ടുള്ളൂ ഇസ്രായേൽ. എങ്കിലും ഇസ്രായേലിന് വരെ തീർക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ ഒരു കരാർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെതന്യാഹുവിൻ്റെ തോൽവിയാണ്. അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരതിന് നിൽക്കില്ല. മാക്സിമം ഇവിടെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിവ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തകർക്കുക. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്നൊരു സിഗ്നേച്ചർ ഉണ്ടാവും തോന്നില്ല. അല്ലെങ്കിൽ അത്രയും വലിയ കളികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏത് രാജ്യങ്ങൾ നയതന്ത്രപരമായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു കരാർ സാധ്യമാകുകയുള്ളൂ. ഇതേ സമയത്ത് തന്നെ ഇന്ന് നെതന്യാഹുവിൻ്റെ 1-2 ട്രിപ്പുകൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നു മറ്റേ നെതന്യാഹു ക്യാൻസൽ ഹിറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സോ കോൾഡ് സീലിംഗ് അഗ്രിമെൻറ്റ്. ഏതായി സീലിംഗ് അഗ്രിമെൻറ്റ്? ഓക്കെ, സീലിംഗ് അഗ്രിമെൻറ്റ് സെറിമണി ഇൻ കാർണി ഷാംറോൺ സെറ്റിൽമെൻറ്റ്. ഓക്കെ, അത് ആ ഒരു കംപ്ലീറ്റ് യാത്രകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ കൊണ്ട് അടിച്ചിട്ട് തിരിച്ചു നേരം ഇറാൻ്റെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പരിപാടി നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ ആൻഡ് ഇസ്രായേലി ഒഫീഷ്യൽസ്, ഇസ്രായേൽ ഇൻഫോംഡ് ദ US സെൻട്രൽ കമാൻഡ് ഇൻ അഡ്വാൻസ് ബിഫോർ ക്യാരിങ് ഔട്ട് ഓഫ് ദ സ്ട്രൈക്ക് ഇൻ ആഗ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, അതായത് ഇസ്രായേലിൻ്റെ അതുപോലെ അമേരിക്കൻ്റെ ഒഫീഷ്യൽസിൻ്റെ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് ഇസ്രായേൽ ബെയ്റൂട്ടിൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക അതിന് കൂട്ടുതന്നെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ ഇറാനിയൻ ടെലിവിഷനിൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്ത, അതായത് കംപ്ലീറ്റ്ലി ഹോർമോസ് തുറന്നു എന്നൊന്നും ആരും പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. ഹോർമോസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ദ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് റിമെയിൻ ക്ലോസ്ഡ് അണ്ടിൽ ഫർദർ നോട്ടീസ് ആൻഡ് നോ ഫോറിൻ ഷിപ്പ് ആർ അലൗഡ് ടു എൻറ്റർ ഓർ എക്സിറ്റ്. ഫോറിൻ ഷിപ്പ് ഏതാണെങ്കിലും എൻ്റർ ചെയ്യാൻ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. അപ്പം ഇത് നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നടക്കണമെങ്കിൽ ആദ്യം തീർക്കേണ്ടത് ഇസ്രായേലിനെയാണ്. അല്ലെങ്കിൽ ആദ്യം തീർക്കേണ്ടത് നെതന്യാഹുവിനെയും അവരുടെ നെതന്യാഹു പോയാൽ മറ്റൊരു നെതന്യാഹു അവിടെ വരും. അതുകൊണ്ടാണ് അതവിടെ തീരാണ്ടൊന്നും ഈ ഒരു നല്ല കരാറ് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ഒരു പൂർണ്ണ യുദ്ധവിരാമം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. എല്ലാവരും കരുതിയിരുന്നോ ഇനിയിപ്പോൾ ഇസ്രായേലിലോട്ട് ഇപ്പോൾ ഇറാൻ കയറി അടിക്കാൻ പോവുകയാണെങ്കിൽ തിരിച്ച് ഏതൊക്കെ രീതിയിലാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റും അവിടെയും ഇവിടെ ഒക്കെ വീണ്ടും ഇത് ക്ലാഷിലോട്ട് തന്നെ പോകുന്നത്. അപ്പം വേറെ എന്താ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.